കഴിഞ്ഞ ദിവസം നമ്മുടെ രാഹുൽ ഗാന്ധി 1,250,000 ഒരു ബോംബ് പൊട്ടിച്ചു. അതായത് BJP പല സ്ഥലങ്ങളിലും ജയിക്കുന്നത് കള്ളവോട്ട് ചെയ്യിപ്പിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെളിവ് സഹിതമാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വന്നത്. 540 ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഈ ജനാധിപത്യ രാജ്യത്തെ ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ഒരു അസംബ്ലിയിലെ മാത്രം കണക്കുകളാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തന്നത്. ആ ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരാൾ തന്നെ ഒരേ സമയം പലയിടത്ത് പോയി വോട്ട് ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ഒരു വീട്ടിൽ നിന്ന് ഒറ്റ വീട്ടിൽ നിന്ന് 80 പേരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ഒരു വീട്ടിൽ 80 പേരൊക്കെ താമസിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ ആയി. അത് പറഞ്ഞപ്പോഴാണ് ഡിജിറ്റൽ ഇന്ത്യയുടെ കാര്യം പറയുമ്പോഴാണ് ഈ ഡിജിറ്റൽ യുഗത്തില് ഇതിന്റെ കണക്കുകളൊക്കെ ചോദിച്ചപ്പോൾ ഇത് ഡിജിറ്റലി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ ഇവന്മാര് പരിശോധിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂമ്പാരം പേപ്പർ തന്നെ പ്രിന്റ് ചെയ്ത് അയച്ചു കൊടുത്തു. കാരണം ഇത്രയും കൂമ്പാരം പേപ്പറുകൾ മനുഷ്യന് നോക്കി തീരാൻ കുറെ സമയം പിടിക്കും. ഇതിനൊക്കെ അവന്മാര് മെനക്കെടരുത് എന്നുള്ള വിചാരത്തോടു കൂടി തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ അയച്ചു കൊടുത്തതെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. എന്തായാലും രണ്ട് തരത്തിന് കൂട്ടുന്നതല്ലേ, അത് പിടിക്കപ്പെടാതിരിക്കാൻ പലതും ചെയ്യണമല്ലോ. പിന്നെ ചിലതിനകത്തൊക്കെ അഡ്രസ്സ് കറക്റ്റാണ്, പക്ഷെ ഫോട്ടോ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ പോലും കാണാത്ത രീതിയിൽ അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ചിലരെയൊക്കെ തന്തയുടെ പേര് ABCD മുതൽ Z വരെ ചുമ്മാ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തായാലും ഇവന്മാര് കാണിക്കുന്ന തട്ടിപ്പാണ്. കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് പറ്റിച്ചൂടെ? എന്തായാലും രാഹുൽ ഗാന്ധി മുന്നോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഈ തെളിവുകൾ, ഒരു ജനാധിപത്യ രാജ്യം എന്ന് പറയുന്ന ഈ രാജ്യത്ത് നമ്മൾ ജനങ്ങളുടെ 1,00,000 അവകാശങ്ങളാണ് BJP എന്ന് പറയുന്ന പാർട്ടി തട്ടിയെടുത്തിരിക്കുന്നത്. ചിലപ്പോൾ അതിൽ കൂടുതലും ഉണ്ടാവാം. എന്തായാലും ഒരു പ്രതിപക്ഷം ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. ഭരിക്കുന്ന പാർട്ടി എന്തെങ്കിലും തെണ്ടിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരിക തന്നെ വേണം. ഈ തെളിവുകളൊക്കെ പുറത്തു വന്നപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുകയാണ് രേഖാമൂലം പരാതി തുറണം എന്ന്. അല്ലാതെ ചുമ്മാ തെളിവില്ലാതെ ഓരോന്നും വിളിച്ചു പറയാൻ പറ്റില്ല എന്ന് ഈ ഇലക്ഷൻ കമ്മീഷൻ തന്നെ കൊടുത്ത പേപ്പറല്ലേ പരിശോധിച്ചിട്ട് പറയുന്നത്. അപ്പൊ ഇതിൽ എന്ത് ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും കട്ടവനും കക്കാൻ കൂട്ട് നിന്നവന്മാരുടെ എല്ലാം മൂട്ടിൽ ചെറുതായിട്ട് തീ പിടിച്ചിട്ടുണ്ട്. ഇതിന്റെ ബാക്കി കണക്കുകളോടെ പുറത്തു വരുമ്പോൾ അറിയാം എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്.